ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് എല്ലാ സമയത്തും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യം കൂടിയാണ് ഇന്ന് വന്നു ചേരാൻ പോകുന്നത്. എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ എടക്കണമ്പേത്ത് ഭഗവതി ക്ഷേത്രത്തിലെ വയനാട്ടുകുലവൻ്റെ പ്രതിഷ്ഠയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിലർക്ക് മാത്രം കിട്ടാവുന്നൊരു ഭാഗ്യം, അതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഞാനിതുവരെ വയനാട്ടുകുലവൻ്റെ പ്രതിഷ്ഠ വീഡിയോയിലോ നേരിട്ടോ ഒന്നും കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. ഇന്ന് നേരിട്ട് കാണുകയും ചെയ്യാം, നമുക്ക് ആ ചടങ്ങിൽ പങ്കുചേരുകയും ചെയ്യാം. പോയിട്ട് അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളേ. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടെ വയനാട്ടുകുലവൻ്റെ അമ്പലമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മാഷ്. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. നമുക്ക് പോയിട്ട് നേരെ പോയി കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് എടക്കണമ്പേത്ത് ഭഗവതി അമ്മയുടെ തിരുനടയ്ക്ക് സമീപത്തായി ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ പുതുതായി പണി കഴിപ്പിച്ച അമ്പലം. ഇവിടെ വന്ന് നേരിട്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ കാണാൻ പറ്റാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ നന്നായി ഉപകരിക്കുമെന്ന് കരുതുന്നു. എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമായി കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്ക് ഏതായാലും വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ ഐതിഹ്യം ഒന്ന് കേട്ടറിഞ്ഞാലോ. ഉത്തര മലബാറിലെ തീയ സമുദായക്കാരുടെ പ്രധാന ആരാധനാമൂർത്തിയും ആദിദേവനുമാണ് വയനാട്ടുകുലവൻ എങ്കിലും ഈ തെയ്യത്തിന് നായർ, നമ്പ്യാർ തറവാടുകളിൽ സ്ഥാനങ്ങളും കോട്ടങ്ങളും ഉണ്ട്. തീയ സമുദായത്തിൽപ്പെട്ടവർ ഈ തെയ്യത്തെ തൊണ്ടച്ചൻ തെയ്യമെന്നും വിളിക്കും. തൊണ്ടച്ചൻ എന്നാൽ ഏറ്റവും മുതിർന്ന ആൾ എന്നാണ് അർത്ഥം. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടുന്നത്. കവുങ്ങിൻ പൂവ് പ്രസാദമായി നൽകുന്ന ഈ തെയ്യത്തിന് തോറ്റം, വെള്ളാട്ടം, തെയ്യം എന്നിങ്ങനെ 3 അവതരണ രീതിയാണുള്ളത്. കാവുകളേക്കാൾ തറവാടുകളിലാണ് ഈ തെയ്യം കൂടുതലായും കെട്ടിയാടുന്നത്. കണ്ണ് കാണാത്ത വൃദ്ധരൂപിയായ ഈ തെയ്യം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് എന്നാണ് വിശ്വാസം. പതിഞ്ഞ താളത്തോടെ പതുക്കെയുള്ള ഈ ദേവൻ്റെ നൃത്തച്ചുവടുകൾ അതിമനോഹരമാണ്. പരമശിവൻ സ്വന്തം ജട പറിച്ച് തൻ്റെ ഇടത്തെ തുടയിൽ അടിച്ചപ്പോൾ ഉണ്ടായ മകനാണ് വയനാട്ടുകുലവൻ എന്നും, അതല്ല ഇടത്തെ തുട പൊട്ടിത്തെറിച്ചു വന്ന മകനാണ് വയനാട്ടുകുലവൻ എന്ന തൊണ്ടച്ചൻ എന്നും പറയപ്പെടുന്നു. കൈലാസത്തിലെ മധുവനത്തിൽ ഉണ്ടായ 3 കരിന്തെങ്ങുകളുടെ ചുവട്ടിൽ ദിനവും മധു ഊറി വരാറുണ്ടായിരുന്നു. വേടരൂപം ധരിച്ച പരമശിവൻ വേട്ടയ്ക്കായി കാട്ടിലെത്തിയപ്പോൾ ഇത് കാണുകയും മധു കുടിച്ചു മത്തവിലാസം ശിവഭ്രാന്താടുകയും പാർവതീദേവി ഭയപ്പെട്ടോടുകയും ചെയ്തുവത്രേ. തോറ്റംപാട്ടിൽ ആ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വേടരൂപം ധരിച്ചുള്ള കൈലാസനാഥൻ വേട്ടയ്ക്കായി എഴുന്നള്ളി വനത്തിൽ പുക്കു കണ്ടുടനെ കരിന്തെങ്ങിൻ കുറുങ്കുലമേൽ മധുപൊഴിയും വാനുലോകം പൊഴിയുന്നല്ലോ. അതു കണ്ടു പരമശിവൻ അടുത്തു ചെന്നു മധു കുടിച്ചു മത്തവിലാസം ശിവഭ്രാന്താടി. അത് കണ്ടിട്ട ചമലകൾ ഭയപ്പെട്ടോടി. ദിനവും മദ്യലഹരിയിൽ എത്തുന്ന പരമശിവന് ഇതെവിടെ നിന്ന് ലഭിക്കുന്നു എന്നറിയാൻ ശ്രീ പാർവതി അന്വേഷണം തുടങ്ങി. കൈലാസത്തിനോടടുത്തുള്ള മധുവനത്തിൽ നിന്നാണ് ദേവൻ കുടിക്കുന്നതെന്ന് ദേവി മനസ്സിലാക്കി. ഇത് തടയണമെന്ന് ദേവി മനസ്സിലുറപ്പിച്ചു. അതിൻ പ്രകാരം ദേവൻ കുടിക്കുന്ന കരിന്തെങ്ങുകൾ കണ്ടെത്തുകയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഊറി വരുന്ന മധു തൻ്റെ മന്ത്രശക്തിയാൽ തടവി
മുകളിലേക്കുയർത്തുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം മധു കുടിക്കാനായി വന്ന ശിവന് മധു തെങ്ങിൻ മുകളിലെത്തിയതായാണ് കാണാൻ കഴിഞ്ഞത്. ഇതിൽ കുപിതനായ പരമശിവൻ തൻ്റെ ജട കൊണ്ട് ഇടത്തെ തുടമേൽ തല്ലുകയും അപ്പോൾ ദിവ്യനായ ഒരു മകൻ ഉണ്ടാകുകയും ചെയ്തു. തെങ്ങിൽ നിന്ന് മധു എടുക്കുന്ന ജോലിക്കായി അവനെ നിയോഗിക്കുകയും ചെയ്തു. പതിവായി മധു ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം ആരംഭിച്ചു. ഇതറിഞ്ഞ പരമശിവൻ കദളീവനത്തിൽ നായാടരുതെന്നും അവിടത്തെ മധു കുടുക്കരുതെന്നും ദിവ്യനെ വിലക്കി. എന്നാൽ വിലക്ക് വകവെക്കാതെ കദളീവനത്തിൽ നായാടുകയും മധുകുംഭം തുറക്കുകയും ചെയ്ത ദിവ്യൻ ശിവകോപത്തിനിരയായി. അവൻ്റെ കണ്ണുകൾ പൊട്ടി. അവൻ മധുകുംഭത്തിൽ വീണ് മാപ്പിരന്ന മകന് പൊയ്ക്കണ്ണുകൾ, മുളഞ്ചൂട്ട്, മുള്ളനമ്പ്, മുളവില്ല് എന്നിവ നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ ചൂട്ടുപുകഞ്ഞ് കണ്ണ് കാണാതായപ്പോൾ പൊയ്ക്കണ്ണ്, വീത്തുപാത്രം, മുളഞ്ചൂട്ട് എന്നിവ ദിവ്യൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവ ചെന്ന് വീണത് വയനാട്ടിലെ ആദിപ്പറമ്പൻ കണ്ണൻ്റെ പടിഞ്ഞാറ്റാലയിലാണത്രേ. കണ്ണും ചൂട്ടും തുള്ളുന്നത് കണ്ട് പേടിച്ച കണ്ണനോട് ഇവ രണ്ടും എടുത്ത് അകത്ത് വെച്ചു കൊള്ളാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞുവത്രേ. ദിവ്യൻ വയനാട്ടിൽ എത്തിച്ചേർന്നതുകൊണ്ട് വയനാട്ടുകുലവൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്രേ. പൊയ്ക്കണ്ണ്, മുളഞ്ചൂട്ട്, ചെറിയ തിരുമുടി, വട്ടക്കണ്ണിട്ട് മുഖമെഴുത്ത് ഇതൊക്കെയാണ് വേഷവിധാനം. ഒരിക്കൽ ഈ ദൈവം വാണവർക്കോട്ടയിൽ എഴുന്നള്ളിയതായും ദൈവത്തിൻ്റെ കോലം കെട്ടിയാടണം എന്ന് വാഴുന്നവർക്ക് സ്വപ്നമുണ്ടായതിൻ പ്രകാരമാണ് വയനാട്ടുകുലവൻ്റെ കോലം കെട്ടിയാടാൻ തുടങ്ങിയതത്രേ. തമാശ രൂപത്തിൽ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്ന ഈ തെയ്യത്തിൻ്റെ ഉരിയാട്ടം വളരെ രസകരമാണ്. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന സമയത്തൊക്കെ ഇത്തരം വാക്കുകളാണ് പറയുക. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല തൊണ്ടച്ചന്, എന്നാൽ കരിമ്പാറമേൽ കരിമ്പ നിറയുന്നത് കാണാം. നെല്ലിച്ചപ്പ് കൂപത്തിൽ വീഴുന്നത് കേൾക്കാം. വയനാട്ടു കുലവൻ തെയ്യത്തിൻ്റെ പരിപാവനമായ ഒരു അനുഷ്ഠാനമായി കരുതുന്ന ചടങ്ങാണ് ബോനം കൊടുക്കൽ. തെയ്യത്തിൻ്റെ ആട്ടത്തിനൊടുവിൽ ചൂട്ട് ഒപ്പിച്ച തീയക്കാരണവർ തലയിൽ മുണ്ടിട്ട് അന്ന് ചെത്തിയ കള്ളു പകർന്നു നൽകുന്ന ചടങ്ങാണിത്. അന്ന് മലനാടിറങ്ങിയ ദൈവം തൻ്റെ പ്രഭാവം കൊണ്ട് കുഞ്ഞാലി എന്ന മാപ്പിളയെ രക്ഷിക്കുന്നതും ആ ഭക്തൻ്റെ ഭോജന സമർപ്പണവുമാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ കാതൽ. പ്രമാദമായ കേസിലകപ്പെട്ട് കുഞ്ഞാലി കഴുമരം കയറേണ്ടി വരുമെന്നറിഞ്ഞു. കണ്ണീരോടെ നടന്നു പോകവേ വയനാട്ടുകുലവൻ കുഞ്ഞാലിയെ ആശ്വസിപ്പിച്ചു. ആ മുഹൂർത്ത സമയം നോക്കിയാൽ മുഹൂർത്തത്തിന് നമ്മൾ പ്രതിഷ്ഠ കഴിക്കുമ്പോഴുള്ള ആ സമയദോഷങ്ങളും മറ്റൊക്കെ തീരാനുള്ള പ്രായശ്ചിത്തം ആണ് രണ്ടാൾക്ക് ചെയ്യുന്നത്, രണ്ട് ബ്രാഹ്മണർക്ക് ചെയ്യുന്നത്. പിന്നെ ദാനം, മുഹൂർത്തം. ആ ദാനം ചെയ്ത് അതിൻ്റെ വേണ്ട അനുഗ്രഹങ്ങൾ വാങ്ങാം. മുഹൂർത്തമായി എന്ന് ബ്രാഹ്മണർ പറഞ്ഞ് അതിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ചടങ്ങാണ് ദാനം. മുഹൂർത്തം പ്രമാണമുണ്ട്. വിശിഷ്ടവിപ്രഭാഷിതം ശുഭഗ്രഹസ്വജോദയം ശുഭപ്രദ ഫലപ്രദമാണ്. നമുക്ക് പണ്ടിലെ ആൾക്കാർക്ക് ഗായത്രി മുതലായ ഉപാസിച്ച് ആ ഒരു ബലമുണ്ടാവും. ആ പരമ്പരയിലാണെന്ന് നമുക്ക് അഭിമാനിക്കാം. അല്ലാണ്ട് നമുക്കതിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ കൂടി അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ആൾക്കാരെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഈ പോരായ്മകൾ സംഭവിക്കാം. ആരും ഈശ്വരനല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് ക്ഷമിച്ച് നമുക്ക് നല്ല മുഹൂർത്തമാണെന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദ്യം അവിടെ അടുത്തുണ്ടാക്കി ഇവിടെ നമുക്ക് ആ തൊണ്ടത്തിൻ്റെ പ്രതിഷ്ഠ നടത്താൻ ഉത്തമമായ മുഹൂർത്തമാണെന്ന് അവർ നമ്മൾക്ക് പറഞ്ഞു തരും. നമ്മളത്
തൊഴുത് പ്രാർത്ഥനയോടെ കേൾക്കുക. സ്വസ്തി സുമുഹൂർത്തമസ്തു സ്വസ്തി സുമുഹൂർത്തമസ്തു സ്വസ്തി സുമുഹൂർത്തമസ്തു. നമുക്ക് ആരംഭിക്കാം. ബ്രഹ്മണസ്പദേ ദേവയന്തേ മഹേ പ്രയത്ന വരദ ഇന്ദ്രപ്രാശോഭവാസജാ. സ്വസ്തിനോമിമീതാമസ്വിനാ ഭഗസ്വസ്തി ദേവനിർനിർവണ സ്വസ്തി പൂഷാമസ്രുദദാതന സ്വസ്തി ദ്യാവാ പൃഥിവീ സുജയതുന സ്വസ്തി വാഗുദ്രവാമഹേ പോമം സ്വസ്തി ഭുവനസ്മേസ്വതി സ്വസ്തി സ്വസ്തി ദേവ. പ്രദക്ഷിണം നാല് കൊടുക്കില്ല. ചിറക്കൽ തമ്പുരാന്റെ മനസ്സ് മാറും, നീ സന്തോഷത്തോടെ തിരിച്ചു വരും. വന്നാൽ നിന്റെ കയ്യാൽ എനിക്കൊരു ബോനം തരണം. കുഞ്ഞാലി സമ്മതിച്ചു. അപ്രകാരം കേസ് ഒഴിഞ്ഞു വന്ന കുഞ്ഞാലിയോട് തനിക്ക് ബോനമായി വേണ്ടത് കള്ളാണ് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഹറാമായ കള്ള് ആരും കാണാതെ ദൈവത്തിനു നൽകി ആ രഹസ്യ സ്വഭാവം കാണിക്കാനാണ് കാരണവർ തലയിൽ മുണ്ടിടുന്നത്. യാത്രാപ്രിയനായ വയനാട്ടുകുലവൻ വടക്കോട്ട് യാത്ര ചെയ്ത് കണ്ടനാർ കേളൻ്റെ വീട്ടിലെത്തിയെന്നും ദൈവിക ശക്തി തിരിച്ചറിഞ്ഞ കേളൻ വയനാട്ടുകുലവനെ തൊണ്ടച്ചനെന്നു വിളിച്ച് സൽക്കരിച്ചുവെന്നും അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ ബപ്പിടൽ ചടങ്ങ് എന്നും പറയുന്നു. തെയ്യം കെട്ടിൻ്റെ 2-ാം നാൾ ആർപ്പും ആരവങ്ങളുമായി ഭക്തർ കാട്ടിൽ വേട്ടയ്ക്കിറങ്ങി പന്നി, മാൻ, കൂരൻ തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു തണ്ടുകളിൽ കെട്ടി കാവിലേക്ക് കൊണ്ടുവരും. കണ്ടനാർ കേളൻ്റെ വെള്ളാട്ടം ഉറഞ്ഞാടുന്ന രാത്രിയിലാണ് ഇവർ വരിക. ഇവരെ ആശീർവദിച്ചു നൃത്തം ചെയ്യുന്ന കണ്ടനാർ കേളൻ മറയുടെ വടക്കുവശത്ത് നിരത്തിവെച്ച ഓലക്കീറുകളിൽ മൃഗങ്ങളെ കിടത്തി തൻ്റെ കയ്യിലെ കന്നിക്കത്തി വീശി ഓരോ മൃഗങ്ങളെയും 3ആയി വെട്ടിക്കീറും. ഈ അനുഷ്ഠാനത്തെയാണ് ബപ്പിടൽ എന്ന് പറയുന്നത്. മാംസത്തിലെ കരളും വലത്തെ തുടയും പ്രത്യേക രീതിയിൽ വേവിച്ചു ഓട്ടിറച്ചി, ചുട്ടിറച്ചി, വറുത്തിറച്ചി വയനാട്ടുകുലവൻ ദേവന് നിവേദിക്കുകയും ബാക്കി വരുന്നവ ഭക്തന്മാർക്ക് പാകം ചെയ്ത് പ്രസാദമായി വിളമ്പുകയും ചെയ്യും.
ഓം ഹ്രീം നമഃ ശിവായ. ശ്രദ്ധിക്കുക, മുടിയെല്ലാം ഈയാന്ന് വളരെ ശ്രദ്ധിക്കുക. കൂട്ടണ്ട എല്ലാവർക്കും കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞു അല്ല, ഈ വയനാട്ട് വേലാന്റെ പ്രതിഷ്ഠ വേറെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ആദ്യമായിട്ടല്ലേ? ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. അന്നാ ഇപ്പൊ മനസ്സിൽ തോന്നുന്നു അതിനുള്ള ഒരു അനുഭൂതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വൈകുന്നേരം മുതലേ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മള് ഇവിടെ വാതിൽ ശ്രീകോവിൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് അനുഭവം. ജീവിതത്തിൽ കിട്ടുന്നൊരു ഭാഗ്യല്ലേ, എല്ലാവർക്കും കിട്ടൂല. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കണ്ടിട്ടില്ല പ്രതിഷ്ഠ, ഏത് പ്രതിഷ്ഠയായാലും കണ്ടിട്ടൊന്നുമില്ല. സന്തോഷം, ടീച്ചറെ കാണാൻ സാധിച്ചില്ല. എനിക്ക് കുറച്ച് ദിവസം ഉണ്ടാവില്ലല്ലേ? ഉണ്ടല്ലോ, എല്ലാവർക്കും ശരി. ഇനി ഭരണാധികാരികൾ തൊട്ട് ഏറ്റുവാങ്ങി. എല്ലാം കൂടി നമുക്കതിന് മാറ്റാം. മനസാജദാക്ഷ്യം പ്രേതവാണി ശരണം പ്രവർത്തേഷു സമ്പാദ്യം പൂഷാ വിശ്വവേദ സാക്ഷോ അരിഷ്ടനേ ബൃഹസ്പതിർദദാതു. കഴിഞ്ഞിട്ട് കത്തിക്കാം.
ചങ്ങായിമാരെ അങ്ങനെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായി. വയനാട്ട് വേലവൻ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയെല്ലാം കണ്ട് താഴേക്കൂടെ അഭിഷേകം സമർപ്പണമെല്ലാം കണ്ടിട്ട് ഞാനിപ്പം വീട്ടിലെത്തി. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.